തമിഴർ വാഴ്വും തമിഴർ വളമും என்றும் സ്വന്തം ജീവനോട് ചേർത്ത് ചൊല്ലാൻ അമ്മയോളം നല്ലൊരു വാക്ക് തമിഴിനില്ല. തിരശ്ശീലയിൽ നിന്നും ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന മിന്നുന്ന താരത്തെ അവർ അമ്മയെന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. കിടപ്പാടവും ഉടുമുണ്ടും അരി മുതൽ ടെലിവിഷൻ വരെയെല്ലാം നൽകിയ അമ്മയായിരുന്നു അവർക്ക് ജയലളിത. ജയയുടെ വിയോഗത്തിൽ തമിഴകം ഹൃദയം പൊട്ടിക്കരയുന്നതും അതുകൊണ്ടാണ്. രാഷ്ട്രീയ ബോധമുള്ളവർക്ക് പുരട്ചി തലൈവിയായിരുന്നു ജയലളിത. എന്നും വിപ്ലവം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ നേതാവ്. 15ാമത്തെ വയസ്സിൽ വെള്ളിത്തിരയുടെ ആർഭാടങ്ങളിലേക്ക് ചേക്കേറിയ ജയലളിത എന്ന അയ്യങ്കാർ പെൺകുട്ടി 34ാമത്തെ വയസ്സിലാണ് MGRന്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നത്. The only reason I got involved actively in politics was due to my political mentor, Mr. M.G. Ramachandran. കുട്ടിക്കാലത്ത് തന്നെ ജയലളിത ജീവിതത്തെക്കുറിച്ച് 2 സുപ്രധാന തീരുമാനമെടുത്തിരുന്നു. അതിലൊന്ന് 2 വയസ്സിൽ തന്നെ വിട്ടുപിരിഞ്ഞ അച്ഛൻ ജയരാമനെ പോലെ പേരെടുത്ത ഒരു വക്കീലാകണം. പിന്നെ ഒരു വലിയ പണക്കാരിയാകണം. പണക്കാരിയാകാൻ അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല. വക്കീലായില്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തെ വിറപ്പിക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള രാഷ്ട്രീയക്കാരിയായി. 14 വർഷം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. മൈസൂരിൽ ജനിച്ച് ബംഗളൂരുവിൽ പഠിച്ച് ചെന്നൈയിൽ വളർന്ന ജയ അങ്ങനെ തമിഴ്നാടിൻ്റെ സ്വന്തം അമ്മയായി. തമിഴരുടെ ആരാധനാപാത്രമായ സൂപ്പർ സ്റ്റാർ മുഖ്യമന്ത്രിയുടെ പിന്തുണയാണ് ജയലളിതയെ ഇന്ന് കാണുന്ന രാഷ്ട്രീയക്കാരിയാക്കിയത്. 1982 AIADMKയിൽ ചേരുമ്പോഴേക്കും MGRനൊപ്പം 28 ചിത്രങ്ങളിൽ ജയലളിത അഭിനയിച്ചു കഴിഞ്ഞിരുന്നു. സിനിമയെ ജീവിതമായി കാണുന്ന തമിഴർക്ക് MGRന്റെ പിൻഗാമിയായി ജയലളിതയെ പ്രതിഷ്ഠിക്കാൻ അതിനപ്പുറം ഒന്നും വേണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരി എന്ന പദവി ലഭിച്ച് 1 വർഷത്തിനകം AIADMKയുടെ പ്രൊപ്പഗാൻഡ സെക്രട്ടറി എന്ന പദവിയിലാണ് ജയലളിത അവരോധിക്കപ്പെട്ടത്. വൈകാതെ തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള പ്രാവീണ്യം കണ്ടാണ് MGR അവരെ MP ആക്കിയതെന്നത് അന്ന് കേട്ട ഒരു കഥ മാത്രമായിരുന്നില്ല. പ്രവർത്തന പരിചയമുള്ള നേതാക്കൾക്ക് അത് അത്ര രസിച്ചില്ലെങ്കിലും MGRന്റെ പ്രഭയ്ക്ക് മുന്നിൽ അത് ആരും കണ്ടതായി ഭാവിച്ചില്ല. 1987 MGR അന്തരിച്ചു. ജയയോടുള്ള അടക്കിവച്ച അമർഷം പലരിലും ആളിക്കത്തിയത് അപ്പോഴായിരുന്നു. MGRന്റെ മൃതദേഹത്തെ അനുഗമിക്കാനുള്ള അനുവാദം പോലും നൽകാതെ ജയയെ അന്ത്യയാത്രാ വാഹനത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി. പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ AIADMK 2ആയി പിളർന്നു. MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രന്റെ നേതൃത്വത്തിലും ജയലളിതയുടെ നേതൃത്വത്തിലും 2 വിഭാഗം നേതാക്കൾ നിലയുറപ്പിച്ചു. ജാനകി രാമചന്ദ്രൻ 24 ദിവസം മുഖ്യമന്ത്രിയായി. വിശ്വാസ വോട്ട് നേടിയെടുത്തെങ്കിലും കേന്ദ്ര സർക്കാർ മന്ത്രിസഭ പിരിച്ചുവിടുകയായിരുന്നു. രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 1989 നടന്ന തിരഞ്ഞെടുപ്പിൽ AIADMK തോറ്റു. 12 വർഷത്തിന് ശേഷമാണ് രാഷ്ട്രീയ പ്രതിയോഗി കരുണാനിധിയുടെ നേതൃത്വത്തിൽ DMK അധികാരത്തിൽ തിരിച്ചു വരുന്നത് എന്ന വസ്തുത പാർട്ടിക്ക് ഇരട്ടപ്രഹരമായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ജാനകി പക്ഷത്തിന് 2 വോട്ടും ജയലളിത പക്ഷത്തിന് 27 വോട്ടുമാണ് ലഭിച്ചത് എന്നതും അവരുടെ രാഷ്ട്രീയ ഭാവിയുടെ ചൂണ്ടുപലകയായി. പാർട്ടി നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലായ ഈ 2 വർഷമായിരുന്നു ജയലളിത എന്ന ഇന്നത്തെ രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത്. വീറും വാശിയും കലർന്ന രാഷ്ട്രീയ അഭിനിവേശം അന്ന് അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പ്രതിഫലിച്ചു. വൈകാതെ പാർട്ടിയിലെ 2 ഗ്രൂപ്പുകളും ഒന്നായി. ജാനകി രാമചന്ദ്രൻ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ചു. ഇതെല്ലാം ജയലളിതയെ പാർട്ടിയുടെ അനിഷേധ്യ നേതാവിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. 1989 AIADMKയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ജയലളിത പിന്നീട് ആർക്കും പ്രതിരോധിക്കാനാകാത്ത ശക്തിയായി മാറുകയായിരുന്നു. 1991 തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി ജയലളിത അധികാരമേറ്റു. 2002 2011 ഇടയ്ക്ക് വീണ്ടും കോടതി കയറിയെങ്കിലും പിന്നീട് വീണ്ടും അതേ സ്ഥാനത്ത്. ജയലളിതയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി മാറുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനവും ആർഭാടവും സാരിയോടും ചെരുപ്പിനോടുമുള്ള അഭിനിവേശവും ജയലളിതയെ വിവാദങ്ങളുടെ തോഴിയാക്കി. ജയയുടെ തോഴി ശശികലയും പലതവണ വാർത്തയായി. വിവാദങ്ങളൊന്നും ജയലളിത കാര്യമാക്കിയില്ല. Around, I suppose, wait and see what happens. But is that a yes, you will win? I said wait and see. Chief Minister, a pleasure talking to you on Hard Talk India. I must say it wasn't a pleasure talking to you. Namaste. I'm sorry that you say that, but the right is there. അതേസമയം സൗജന്യമായി അരിയും മറ്റും നൽകി നിരന്തരം വാർത്തയിൽ നിറയുന്നതാണ് ലോകം കണ്ടത്. ഒടുവിൽ
അനധികൃത സ്വത്ത് വിവാദം ബാംഗ്ലൂർ കോടതിയിലെത്തിയപ്പോൾ അമ്മയോടുള്ള തമിഴ് മക്കളുടെ സ്നേഹം ലോകം ഒരിക്കൽ കൂടി കണ്ടറിഞ്ഞു. കുറച്ചുകാലത്തെ ജയിൽവാസത്തിന് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം ചെയ്തപ്പോൾ മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്ന കാര്യം രാഷ്ട്രീയ രംഗത്തെ ഗൗരവ ചർച്ചയായി. ഒടുവിൽ ആസ്പത്രിവാസം. പിന്നെ ജയലളിത എന്ന തമിഴരുടെ അമ്മ ഓർമ്മയായി.